ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് 19-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബജറ്റുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാനുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി ഇപ്പോൾ നടന്ന പ്രാഥമിക ചർച്ചയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇന്ന് പ്രധാനമായി ഞങ്ങൾ കാണുന്നത്. തന്ത്രി വിശദീകരണ കത്ത് തന്നു എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടു. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കിട്ടിയിട്ടില്ല. ദേവസ്വം ബോർഡിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് കിട്ടിയവരോട് ചോദിക്കുകയല്ലാതെ എനിക്ക് കിട്ടിയിട്ടില്ല. അത് കമ്മീഷണറുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. അങ്ങനെ രണ്ട് വിധത്തിലും തരാം. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി തരാം, അതല്ലെങ്കിൽ അദ്ദേഹം കിട്ടിയ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരാം. ആ തരുന്ന റിപ്പോർട്ട് വെച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ ലോ ഓഫീസറുടെയോ അഭിപ്രായത്തിന് വിടാം. ഇപ്പോൾ വന്നിട്ടില്ല. അല്ല, ശുദ്ധിക്രിയയെ സംബന്ധിച്ച് രണ്ട് കാഴ്ചപ്പാടുണ്ട്. രണ്ട് കാഴ്ചപ്പാടല്ല, സാധാരണ നിലയ്ക്ക് ക്ഷേത്രങ്ങളിൽ ശുദ്ധിക്രിയ നടത്താറുണ്ട്. അത് പ്രധാനപ്പെട്ട പൂജകൾക്കോ ആഘോഷങ്ങൾക്കോ ഇടയ്ക്ക് അത് ചെയ്യാറുണ്ട്. അതിന് മുമ്പ് അത് ചെയ്യാറുണ്ട്. അത് എല്ലായിടത്തും ചെയ്യേണ്ടതാണ്. ഇവിടെ ഞങ്ങൾ വിശദീകരണം ആവശ്യപ്പെടാൻ ഇടയായിട്ടുള്ള സാഹചര്യം, സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്നു. 2 യുവതികൾ കയറുന്നു. ആ യുവതികൾ കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശുദ്ധിക്രിയ നടത്തിയെന്ന ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ മറുപടി കിട്ടിയാലല്ലേ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്താണെന്ന് കണ്ടില്ലല്ലോ. അത് കാണട്ടെ, കണ്ടിട്ട് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാം. അതല്ല, അതിപ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? ചിലപ്പോൾ ശുദ്ധിക്രിയ നടത്തേണ്ട സാഹചര്യത്തിന് തൊട്ട് മുമ്പാണ് യുവതികൾ കയറിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സാധാരണ നിലയ്ക്ക് നടക്കുന്ന ശുദ്ധിക്രിയ നടക്കുന്നു. ആ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് യുവതികൾ കയറിയെന്ന് പറഞ്ഞാൽ വാദിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ആ വാദഗതി ഒന്നും ഇപ്പോൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും പറയട്ടെ, ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് പറയാം. അക്കാര്യം അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന് ദൃക്സാക്ഷികളായ ആളുകൾ തന്നെ പിന്നീട് വിധി പറയുന്ന ഒരു സാഹചര്യം, അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. കാണട്ടെ, കണ്ടിട്ട് ചർച്ച ചെയ്യാം. റിപ്പോർട്ട് കണ്ടിട്ടില്ല സർ. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റേ ഓഫീസേഴ്സ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പ്യൂരിഫിക്കേഷൻ പ്രോസസ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനത്തെ. അത് അല്ല, അതിനകത്ത് വേറെ തർക്കമില്ലല്ലോ. ഞാനും പറഞ്ഞല്ലോ, അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ശുദ്ധിക്രിയ നടത്തേണ്ടതായിട്ടുണ്ട്. ശുദ്ധിക്രിയ നടത്തുകയാണ്. അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു അനുമതി ലഭിക്കുന്നതിന് മുമ്പ് നമ്മളെ അറിയിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞല്ലോ, അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഒരു ഫോണിൽ വിളിച്ച് പറയലല്ല വേണ്ടത്. ദേവസ്വം ബോർഡ് ഈ പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. അല്ല, അതിപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞല്ലോ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് അനുസരിച്ച് 2 പേര് കയറി എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ ഇതുവരെ ദേവസ്വം ബോർഡ് ഇതുവരെ ഒരു കണക്കും പറഞ്ഞിട്ടില്ല. കണക്ക് പറഞ്ഞിട്ടുള്ളവരോടൊക്കെ ചോദിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അല്ല, അങ്ങനെ വേണമല്ലോ. ദേവസ്വം ബോർഡ് യോഗം ചേർത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. തന്ത്രി വിശദീകരണക്കുറിപ്പ് തനിക്ക് നൽകിയിട്ടില്ല എന്നാണ് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളോടെയാണ് താൻ ഇക്കാര്യം അറിഞ്ഞത്. നേരിട്ട് ഇക്കാര്യം അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്.